മഴ തോരും മുൻപേ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്റ്റാൻലി അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരു ഊണുമേശയിൽ നിറയെ വിഭവങ്ങൾ, അങ്ങനെയാണ് ഞാൻ ആഹാരം കഴിച്ചിരുന്നത്. അതിൽ എത്ര എണ്ണം എടുത്തു, എത്ര കളഞ്ഞു ഒന്നും ഞാൻ കണക്ക് കൂട്ടാറില്ല. എനിക്ക് ഒരുപാട് വിഭവങ്ങൾ വേണം, ഞാൻ അങ്ങനെയാണ് ആഹാരം കഴിച്ചിരുന്നതെന്ന് പറയണം. ഇത് കേൾക്കുമ്പോൾ അലീന കുറച്ച് സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കൊണ്ട് പപ്പയ്ക്ക് വിഷമം ഉണ്ടാവല്ലേ. പപ്പ ഇവിടെ ഊണുമേശയിൽ നിറയെ വിഭവങ്ങളുമായി ആഹാരം കഴിക്കുമ്പോൾ അതിൽ എത്ര കഴിച്ചു എത്ര കളഞ്ഞു എന്നൊന്നും കണക്ക് കൂട്ടാതെ പപ്പ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അങ്ങ് ഒരു അനാഥാലയത്തിൽ ആരെങ്കിലും കഴിച്ചതിൻ്റെ ബാക്കിയെങ്കിലും കിട്ടിയാൽ മതിയെന്നും പറഞ്ഞ് ഒരു പെൺകുട്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. ഈ സ്റ്റാൻലി പപ്പയുടെ മകൾ. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല വിഷമം ഉണ്ടാവുന്നുണ്ട്. അപ്പം അലീന വീണ്ടും പറയുകയാണ്, ഇതുപോലെ എത്ര സ്റ്റാൻലി പപ്പയുടെ മക്കൾ ഇതുപോലുള്ള അലീനമാർ ഇപ്പോഴും അനാഥാലയത്തിലുണ്ടാകുന്നറിയാവോ. ആരെങ്കിലും കഴിച്ചതിൻ്റെ ബാക്കിയെങ്കിലും കിട്ടിയാൽ മതിയെന്നും പറഞ്ഞ് ആഹാരവും കാത്തിരിക്കുന്നവർ എന്നും പറഞ്ഞ് അലീനയുടെ കണ്ണ് നിറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല വിഷമാവുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ അലീന ഭയങ്കര സങ്കടത്തോടെ ടേബിളിൻ്റെ മുകളിൽ തല ചായച്ച് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഓർഫനേജിലെ കാര്യവും അവിടെ പട്ടിണി കിടന്ന കാര്യങ്ങളും ഒക്കെ ഓർത്തിങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് കടപ്പാട്ടൂരാണെങ്കിൽ ബബിതയും കൃഷ്ണനും കൂടെ സിറ്റ് ഔട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വായിച്ച പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്, രണ്ടിനും പഠിക്കാനൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണ പറയാണ്, ഞങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ കുറച്ച് നേരം ബബിത ചേച്ചി സംസാരിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാന്ന് പറയാണ്. അതെന്തിനാ ഇപ്പം എണീച്ച് വന്നത്, അവിടെ ഇരുന്ന് പഠിച്ചാൽ പോരെ, എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്ര സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചിട്ട് വായിച്ച വഴക്ക് പറയുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരുന്നോട്ടെ അമ്മ, അത് കഴിയുമ്പോൾ ഞങ്ങൾ പോരുന്ന് പഠിച്ചോളാം, അമ്മയെ ശല്യം ചെയ്യാൻ ഞങ്ങൾ വരുന്നില്ലല്ലോ, അമ്മയുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ പറ്റുന്നില്ല, പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം. ഇത് കേൾക്കുമ്പോൾ വൈജ പറയാണ്, രണ്ടുപേരും പെട്ടെന്ന് പോയി തന്നെ പഠിച്ചോണം, ഇവിടെ ഇരുന്ന് കൂടുതൽ നേരം ഇരുന്ന് സംസാരിക്കേണ്ട എന്നും പറഞ്ഞിട്ട് വൈജ അങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ ബബിത ആണെങ്കിൽ കൃഷ്ണടുത്ത് പറയാണ്, നമ്മൾ തമ്മിലിരുന്ന് സംസാരിക്കുന്ന പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഓടി ഇങ്ങോട്ട് വന്നത്, അല്ലാതെ വേറൊന്നുമല്ല, പഠിക്കണമെന്നൊന്നും അമ്മയ്ക്കില്ല, നമ്മൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കല് അത് അമ്മയ്ക്ക് എന്തോ വലിയ പ്രശ്നം പോലെയാണെന്നൊക്കെ ബബിതയും കൃഷ്ണയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ചേച്ചി ആവശ്യമില്ലാതെ അമ്മയായിട്ട് വഴക്കിടാനൊന്നും പോകണ്ട, അമ്മ ഇങ്ങനെ ഓരോ കാര്യത്തിനും നമ്മളായിട്ട് വഴക്കിടാൻ വന്നുകൊണ്ടേ ഇരിക്കും, നമ്മൾ അങ്ങോട്ട് ഒരു പ്രശ്നത്തിനും പോകണ്ട, അച്ഛൻ അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാനൊന്നിനും പോകുന്നില്ല, അമ്മയുടെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ അടുത്ത് വന്ന് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നൊക്കെ ബബിത പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനു വരുന്നത്. മനുവിനെ കാണുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രണ്ടുപേരും ഇറങ്ങി മനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മനുവിന് അതുപോലെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, രണ്ടുപേരും കൂടെ എന്താ ഒരു ഗൂഢാലോചന. ഏയ് പ്രത്യേകിച്ച് ഗൂഢാലോചന ഒന്നുമില്ലെന്ന് ബബിത പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം, വൈജാൻറ്റി വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്ന് മനു ചോദിക്കുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, എന്ത് മാറ്റം, പഴയതുപോലെ തന്നെ, അമ്മ വന്ന് ഭരണം തിരിച്ചു പിടിച്ചെടുത്ത്, പിന്നെ അമ്മയുടെ അടുത്ത് ആരും അങ്ങോട്ടൊന്നും പറയാൻ ചെല്ലല്ലേ, അമ്മ ഇങ്ങോട്ട് നമ്മളോട് കൽപ്പിക്കും, അതങ്ങ് കേട്ടോണം, അത് തന്നെ ഇപ്പോഴും നടന്നു പോകുന്നത് എന്ന് ബബിത പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട്. പ്രതികരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ അച്ഛൻ പറഞ്ഞു ആവശ്യമില്ലാതെ അമ്മയായിട്ട് ഒരു പ്രശ്നത്തിനും പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞു, അതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല എന്ന് ബബിത പറയുന്നുണ്ട്. ആൻറ്റി അങ്കിളും തമ്മിൽ എങ്ങനെയുണ്ടെന്ന് മനു ചോദിക്കുന്നുണ്ട്. അതെന്താ, അവരൊരാൾ മുകളിൽ ഒരാൾ താഴെയും, അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, അവർ തമ്മിൽ വല്ലപ്പോഴും ഒന്ന് സംസാരിക്കാറുണ്ട്, സംസാരിച്ച് കഴിഞ്ഞാലോ അതൊരു അടിയിലെത്തത്തോളം എന്ന് പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മ അച്ഛൻ്റെ അടുത്ത് കോലിട്ടിളക്കാൻ ചെല്ലും, അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുകയും ചെയ്യും, അത് കഴിയുമ്പോഴത്തേക്ക് ഒരാഴ്ചത്തേക്ക് അമ്മയ്ക്ക് സുഖമായി, പിന്നെ അമ്മയ്ക്ക് ഒരാഴ്ചത്തേക്ക് അച്ഛനോട് ഒന്നും ചോദിക്കുകയും വേണ്ട പറയുകയും വേണ്ട, വീണ്ടും അമ്മ ഓരോ പ്രശ്നമായിട്ട് ചെല്ലുമെന്ന് ബബിത പറയുകയാണ്. അപ്പം മനു ചോദിക്കുകയാണ്, അപ്പം ആൻറ്റിക്ക് വലിയ മാറ്റമൊന്നുമില്ല, പഴയതുപോലെ തന്നെ. അപ്പോൾ കൃഷ്ണ പറയാണ്, അമ്മയ്ക്ക് ഒരു മാറ്റമില്ല മനുവേട്ട, അമ്മ മാറിയിട്ടുമില്ല, അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അത് മാത്രമേ ഉള്ളൂ അമ്മയുടെ ചിന്ത, പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അത് ശരിയാ മനുവേട്ട, ഞങ്ങൾ മൂന്നൊരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ സൈഡാണെന്ന് അമ്മയ്ക്ക് തോന്നൽ, അതിൻ്റെ ഒരു ദേഷ്യമുണ്ട് ഞങ്ങളോട് എന്ന് ബബിത പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ആൻറ്റി ഒന്ന് കാണട്ടെ, അങ്കിളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ മുകളിലുണ്ടെന്ന് പറയണം, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞു മനു അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ വൈജ വരുന്നുണ്ട്. നിനക്കിന്ന് പോകണ്ടായിരുന്നു ചോദിക്കുകയാണ്. ഇന്ന് പോയില്ല ആൻറ്റി, ഇവിടെ എങ്ങനെയുണ്ട് ആൻറ്റി, തിരിച്ച് വന്നിട്ട് ഭരണമൊക്കെ തിരിച്ച് പിടിച്ചെന്ന് ബബിത പറഞ്ഞു. അപ്പോൾ എന്നെ വൈജ പറയാണ്, തിരിച്ച് പിടിക്കാൻ എന്തുവാ, ഇത് എൻ്റെ വീടായിരുന്നു, അല്ല ആൻറ്റിയല്ലേ പറഞ്ഞത് ഇത് അലീനയാണ് ഈ വീട് ഭരിച്ചിരുന്നതെന്ന്, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് മനു പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, അവളിവിടെ കുറച്ച് നാൾ ഭരിച്ചതിൻ്റെ കാണാനുണ്ടെന്ന് പറയാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇപ്പം അലീനെ ഓർക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ദേഷ്യത്തോടെ വൈജ പറയാണ്, അവളെ ഞാൻ മറക്കാനോ, ഒരിക്കലും മറക്കത്തില്ല, എൻ്റെ ജീവിതം ചവിട്ടി മെതിച്ചിട്ട് പോയവളാണ്, അവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ
ഒരിക്കലും മറക്കത്തില്ല, അവൾ എങ്ങും പോയാലും രക്ഷപ്പെടത്തില്ല, നശൂലം എന്നൊക്കെ പറയുന്നുണ്ട് വൈജ. ഇത് കേൾക്കുമ്പം മനു ഉടനെ പറയാണ്, അത് നല്ലതാ, പാസ്റ്റ് എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാ. ആൻറ്റിയും അതേപോലെ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നത് നല്ലതാ. ആൻറ്റിയുടെ പാസ്റ്റിനെ കുറിച്ചും ആൻറ്റി ചിന്ത വേണം, അങ്ങനെ ആൻറ്റി മുന്നോട്ട് ജീവിപ്പിക്കാവൂ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞത് ആൻറ്റിക്ക് മനസ്സിലായില്ലേ? ആൻറ്റിയുടെ പഴയ ജീവിതം ഒന്ന് ഓർത്ത് വേണം മുന്നോട്ട് ജീവിക്കാൻ, അത് മറന്ന് ജീവിക്കലെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഉടനെ വൈജ ചോദിക്കുന്നുണ്ട്, നീ എന്തോ മനസ്സിൽ വെച്ചിട്ടാ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നല്ലോ, എൻ്റെ പാസ്റ്റിന് എന്താടാ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ മനു തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ പറയാതെ തന്നെ ആൻറ്റിയുടെ പാസ്റ്റിന് എന്താ കുഴപ്പമെന്ന് ആൻറ്റിക്ക് നന്നായിട്ട് അറിയാമല്ലേ. ആൻറ്റി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ആൻറ്റിയുടെ പഴയകാല ജീവിതം എപ്പോഴും ഓർത്തിരിക്കണം, അത് ഓർത്ത് വേണം ആൻറ്റി മുന്നോട്ട് പോകാൻ. ഇത് കേൾക്കുമ്പോൾ മനുവിൻ്റെ അടുത്ത് വീണ്ടും വൈജ ചോദിക്കുന്നുണ്ട്, നീ എന്താ മനസ്സിൽ വെച്ചിട്ടാണല്ലോ പറയുന്നത്? അപ്പം മനു പറയുന്നുണ്ട്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ആൻറ്റിക്കെല്ലാം അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം വൈജ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല, എൻ്റെ പാസ്റ്റിന് എന്താ കുഴപ്പമെന്ന് നീ തന്നെ പറയണം, നിൻ്റെ വായിൽ നിന്ന് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് ആൻറ്റി ഒന്നും പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ജീവിക്കുമ്പം ആൻറ്റിയുടെ പഴയകാല ജീവിതം ഓർത്ത് വേണം ആൻറ്റി ജീവിക്കാൻ, ഇല്ലെങ്കിലേ ആൻറ്റിയുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ ആൻറ്റിക്ക് പിന്നെ ഈ ജീവിതം ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. കാര്യങ്ങളൊന്നും ആൻറ്റി വിചാരിച്ചെടുത്ത് നിൽക്കത്തുമില്ലെന്നും പറഞ്ഞിട്ട് മനു അങ്ങ് പോവുകയാണ്. വൈജ വീണ്ടും ചോദിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മനു അങ്ങ് പോവുകയാണ്. അങ്ങനെ ആകപ്പാടെ വിഷമിച്ച് പേടിച്ച് നിൽക്കുകയാണ്. അപ്പം മനുവിന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്നുള്ളൊരു സംശയം വൈജയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വൈജ ഇങ്ങനെ പേടിച്ച് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മനു നേരെ പോകുന്നത് ബാലചന്ദ്രൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ ബാലചന്ദ്രൻ കടയിലേക്ക് പോകാൻ ഒരുങ്ങിയാണ്. മനുവിനെ കണ്ട ഉടനെ ചോദിക്കുന്നുണ്ട്, നീ എപ്പം വന്ന്? ഞാൻ കുറച്ച് നേരമായി. അങ്കിൾ പോകാൻ ഇറങ്ങിയാണോ? ആണ്, ഞാൻ പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പം മനു ആണെങ്കിൽ നേരെ ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിളെ എങ്ങനെയുണ്ട്? ആൻറ്റി വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. നീ കണ്ടില്ലേ ആൻറ്റിയെ? താഴെ നിൽപ്പുണ്ടായിരിക്കുമല്ലോ, നിന്നോട് എന്തായാലും ചോദ്യം ചോദിച്ച് കാണുമല്ലോ. അതൊക്കെ ചോദിച്ച് ആൻറ്റിയും അങ്കിളും തമ്മിൽ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. എങ്ങനെ? പഴയതുപോലെ തന്നെ, രണ്ട് അപരിചിതർ ഈ വീട്ടിൽ താമസിക്കുന്നു, അത്രമാത്രം. അപ്പം ഇത് കേൾക്കുമ്പം മനു വീണ്ടും ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അങ്കിൾ ഹെൽത്തൊക്കെ നോക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇനി എന്ത് ഹെൽത്ത് നോക്കാൻ, ഇങ്ങനെയൊക്കെ അങ്ങ് പോന്ന്. അപ്പം മനുവിൻ്റെ അടുത്ത് വീണ്ടും ബാലചന്ദ്രൻ പറയാണ്, എൻ്റെ കയ്യിലൊരു ബോംബുണ്ട്, അത് പൊട്ടിച്ച് കഴിഞ്ഞ് എല്ലാം നാശമാക്കിയിട്ട് ഞാൻ പോകത്തുള്ളൂ എന്ന് കുറച്ച് വിഷമത്തോടെ സങ്കടത്തോടെ മനുവിനോട് പറയുന്നുണ്ട്. അല്ലാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് മനുവിനോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിൾ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ്. എപ്പോഴാണ് എൻ്റെ കയ്യിൽ ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും നിൻ്റെ ആൻറ്റി ഓരോ പ്രശ്നത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ എല്ലാം സഹിച്ചങ്ങ് പോവുകയാണ്. എപ്പോഴാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ബോംബ് പൊട്ടിത്തെറിക്കുന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ ഇപ്പം പോക്കെന്ന് ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് മനു ഭയങ്കര വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രനും അതേപോലെ നല്ല സങ്കടത്തോടെ തന്നെ നിൽക്കുകയാണ്.